ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീനൂസ് കിച്ചൺ. അപ്പോൾ നിങ്ങൾ ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, ഞാനിവിടെ 2 ടീ ടൈം സ്നാക്ക്, അതായത് 2 4 മണി പലഹാരങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. ഇത് സാധാരണ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നത് തന്നെയൊക്കെ ആയിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. എല്ലാവരും സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ വേറെ ഒരു സ്നാക്കും കൂടെ, ഞങ്ങൾ വീട്ടിൽ പൊരി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ ഒരു ബാറ്റർ ഉണ്ടാക്കി എടുക്കണം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ചേർക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഈ അരിപ്പൊടി ചേർക്കുന്നത് നമുക്ക് ഇത് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ആവശ്യത്തിന് പഞ്ചസാര. ഇപ്പം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും മധുരം വേണ്ടെങ്കിൽ മധുരം കുറയ്ക്കുക, അല്ലെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു നുള്ള് ഉപ്പ്, നമുക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. പിന്നെ 2 നുള്ള് ഏലക്ക പൊടിച്ചതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇത് ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറും ആഡ് ചെയ്യാം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൽ എന്തിനാ ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ ചേർക്കുന്നതല്ലേ. അപ്പം ഞാനിവിടെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് ഇതൊരു ബാറ്റർ ആക്കി എടുക്കണം. അപ്പോൾ ഇത്രയും അളവിന് ഞാൻ ഇവിടെ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് ഒത്തിരി ലൂസ് ബാറ്റർ ആക്കല്ല, കാരണം പിന്നെ നമ്മൾ മുട്ട ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ടോട്ടലി 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ചേർക്കാൻ വിട്ടുപോയ ഒരു സംഭവമുണ്ട്, ബേക്കിംഗ് സോഡ. ഇതും ഓപ്ഷണൽ ആണ്, പക്ഷെ ഇത് ചേർത്താൽ നമ്മുടെ ഔട്ടർ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ നന്നായിട്ട് പൊങ്ങി വരും. ബേക്കിംഗ് സോഡ ഒരു നുള്ളും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. ഞാനിപ്പോൾ അത് മറന്നു പോയതുകൊണ്ടാണ് പിന്നെ ചേർക്കുന്നത്. അപ്പോൾ അതായത് ഈ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, തിക്കും അല്ല തിന്നും അല്ല. എന്നിട്ട് ഈ ബാറ്റർ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 2-3 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ നിങ്ങൾ പഴംപൊരിയൊക്കെ വൈകുന്നേരം ഉണ്ടാക്കാനാണെങ്കിൽ ഈ മാവ് ഉച്ച നേരത്തൊന്ന് ഉണ്ടാക്കി സൈഡിലേക്ക് മാറ്റി വെക്കുക, അടച്ചു വെക്കുക. എന്നിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ മാവ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിലവർ മുട്ട ചേർക്കത്തില്ല, പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ മമ്മി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ മുട്ട ചേർത്തിട്ടാണ്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ആ ബാറ്റർ ഇച്ചിരി ലൂസാവും ഇത് ചേർക്കുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് ഈ കൺസിസ്റ്റൻസി മതി. അപ്പോൾ മുട്ട ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് നല്ലൊരു ഭംഗിക്കും കാണാൻ ഒരു ലുക്കിനും വേണ്ടിയിട്ട് കുറച്ച് എള്ളാണ്. ഒരു 1/4 ടീസ്പൂൺ എള്ള് ചേർക്കുന്നുണ്ട്, കറുത്ത എള്ള്. ഇതും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ ഒരു നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ പഴംപൊരിക്ക് ഇത് ചേർത്താൽ നല്ല ടേസ്റ്റും കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പഴംപൊരി ആദ്യം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. പഴുത്തതായിരിക്കണം. ഞാനിവിടെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നീളത്തിലാണെങ്കിൽ അങ്ങനെ എടുക്കുക. എനിക്ക് ഇച്ചിരി ചെറുതും ഇച്ചിരി തിന്നായിട്ടുള്ളതുമാണ് ഇഷ്ടം. അപ്പം നല്ല ടേസ്റ്റാണ് പഴംപൊരിക്ക്. പിന്നെ ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലേ അല്ല കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോഴല്ലേ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കിട്ടുന്നത്. ഇത് വീട്ടിലുണ്ടാക്കുന്ന, നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ റെസ്റ്റോറൻറ്റ്സിൽ ഉണ്ടാക്കുന്ന വലിയ ടൈപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി എണ്ണയും വേണം, പിന്നെ വലിയ പാത്രം വേണം. അപ്പോൾ അതൊന്നും എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാനോ ഒരു ചീനച്ചട്ടിയോ കടായോ എന്താന്ന് വെച്ചാൽ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ചൂടായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ ബാറ്ററിൻ്റെ ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ മതി. ബബിൾസ് വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ചൂടായെന്ന്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് പഴം നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ബ്രൗൺ കളർ ആയതിനു ശേഷം മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ അല്ലെങ്കിൽ ഗോൾഡൻ യെല്ലോ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പേപ്പർ ടിഷ്യൂ അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂലേക്ക് മാറ്റാം. അപ്പോൾ അതാ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ ബാക്കി പഴവും ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ
അതെ സിമ്പിൾ അല്ലേ, ഈസി പഴംപൊരി ഹോം മെയ്ഡ് സ്റ്റൈൽ അവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്നാക്ക് എന്താന്ന് നോക്കാം അല്ലേ. അപ്പൊ ഈ അടുത്ത സ്നാക്ക് എന്ന് പറയുന്നത് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ബാക്കി വരുന്ന ആ ബാറ്റർ അല്ലെങ്കിൽ ബാക്കി വരുന്ന ആ മാവും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പൊ നിങ്ങൾക്ക് പഴംപൊരി ഉണ്ടാക്കണ്ടെങ്കിൽ ഡയറക്റ്റ് ഇത് തന്നെ ഉണ്ടാക്കാം കേട്ടോ. പഴം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്നാക്ക് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ ബാക്കി വന്ന മാവ് ഇതാ. അപ്പോൾ ഇങ്ങനത്തെ ഒരു തവി എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം. എന്നിട്ട് നമുക്കിത് ചൂടെണ്ണയിലേക്ക് ഓരോ തവി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫുൾ ഓവർ ക്രൗഡഡ് ആക്കല്ലേ, ഞാനിവിടെ ഒരു 3 ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഒരു പൂരി പരുവത്തിൽ വരും, പക്ഷെ മധുരമുള്ള പൂരി അങ്ങനെയും പറയാം. എന്നിട്ട് ഇത് പൊങ്ങി വരുന്ന കണ്ടോ, ഇത് പതുക്കെ പൊങ്ങി വരും. നമ്മൾ ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്തല്ലേ, അതുകൊണ്ടാണ് പൊങ്ങി വരുന്നത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെങ്കിൽ ഈ ബാറ്റർ ഒഴിക്കുമ്പോൾ ഞാനത് ആക്ച്വലി ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. പക്ഷെ ഞാൻ 2 രീതിയിലാണ് ഉണ്ടാക്കിയത്. ഒന്ന് ഇങ്ങനെയും പിന്നെ നമ്മൾ ഒഴിക്കുമ്പോൾ തിൻ ബാറ്ററായിട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല ക്രിസ്പി സ്നാക്കായിട്ട് കിട്ടും. ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കിയത് ഒരു ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് പൂരി കഴിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഇത് കഴിക്കുമ്പോൾ. ഒരു മധുരമുള്ള പൂരി, പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പം ഈ എള്ളൊക്കെ ഇടുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ 2 സൈഡും നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂലോ ഒക്കെ നിങ്ങൾക്ക് മാറ്റി എക്സസ് ഓയിൽ വരുന്നത് നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി അത് ഒപ്പിക്കളയാം. അപ്പോൾ അതാ ഒരു മാവും 2 സ്നാക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ പഴംപൊരി ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ ഇതും ഉണ്ടാക്കാം. ബാക്കി വരും മാവ്, ആ ബാക്കി വരുന്ന മാവും കൊണ്ട് തന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഒരു സമയത്ത് 2 സ്നാക്ക് അല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി വേറെ റെസിപ്പിയുമായിട്ട് വരുന്നവർ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൻ.